ദനഹകാലം 1-ാം ഞായർ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 4, 14 മുതൽ 22 വരെ. വിചിന്തനം: യേശുവിന്റെ ജീവിത ദൗത്യത്തിന്റെ ഉദ്ഘാടനം. നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തെ സാരമായി സ്വാധീനിക്കാൻ ഇടവരേണ്ട ഒരു കാലഘട്ടത്തിന് ഈ കഴിഞ്ഞ ബുധനാഴ്ച ജനുവരി മാസം 6-ാം തീയതി തുടക്കം കുറിച്ചിരിക്കുകയാണല്ലോ. പരമ്പരാഗതമായി ദനഹ എന്ന പേരിലാണ് ഈ കാലഘട്ടം അറിയപ്പെടുക. സുറിയാനി ഭാഷയിലെ ഒരു ക്രിയാനാമമാണ് ദനഹ. വെളിപ്പെടുത്തുക, ആവിഷ്കരിക്കുക, ഉദയം കൊള്ളുക എന്നൊക്കെ അതിന് സാമാന്യം അർത്ഥമായിട്ട് നമുക്ക് ഗ്രഹിക്കാം. ഇവിടെ സാധാരണ മനുഷ്യന്റെ മനസ്സിൽ സാമാന്യം ഉയർന്നു വരാവുന്ന ഒരു ചോദ്യം: എന്താണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്, എന്താണ് ഇവിടെ ആവിഷ്കരിക്കാനുള്ളത് എന്നുള്ളതായിരിക്കും ആ പ്രസക്തമായ ചോദ്യം. നമുക്കറിയാം, യേശുക്രിസ്തു മനുഷ്യന്റെ രക്ഷ സാധിച്ചെടുക്കാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വന്നവനാണ്. യേശുക്രിസ്തു ആ രക്ഷണീയ കൃത്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി വളരെയേറെ ശ്രദ്ധയോടുകൂടി മെനഞ്ഞെടുത്ത ഒരു പ്രവർത്തന ശൈലിയുണ്ട്. ആ പ്രവർത്തന ശൈലി എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം കാണുന്നത്. യേശു അത് വെളിപ്പെടുത്താൻ വേണ്ടി പ്രവാചക മുഖ്യനായിട്ടുള്ള ഐസിയാസിന്റെ വാക്കുകൾ കടമെടുക്കുന്നതായിട്ട് കാണാം. യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മോട് പറയുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാനും ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് എന്റെ നയം. സാധാരണ രീതിയിൽ സാമാന്യ മനുഷ്യന് മനസ്സിലേക്ക് കയറി വരാത്ത ഒരു കൊച്ചു വാചകം. എന്താ യേശു ഉദ്ദേശിച്ചത്? യേശു ഉദ്ദേശിച്ചതിന്റെ അർത്ഥതലങ്ങൾ നാം ആഴത്തിൽ മനസ്സിലാക്കി വരുമ്പോ ആ രക്ഷണീയ കൃത്യം തുടക്കം കുറിക്കാൻ അല്ലെങ്കിൽ സാധ്യതമാക്കാൻ യേശു കണ്ടുപിടിച്ച് അവതരിപ്പിച്ച ആ പ്രവർത്തന ശൈലിയുടെ ഉദാത്തത നമുക്ക് മനസ്സിലാകും. ഇന്ന് അതിന്റെ എല്ലാറ്റിന്റെയും വിശദാംശങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് സമയം അനുവദിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അതിലാദ്യത്തെ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്പം ആഴത്തിലേക്ക് കടന്നു വരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ആദ്യത്തെ കാര്യം ഇതാണ്: ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായി വന്നിരിക്കുന്നു. ദരിദ്രരെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് രക്ഷണീയ കൃത്യത്തിലെ ഞാൻ ചെയ്യാൻ പോകുന്നത്. യേശു പറയുന്നത് അങ്ങനെയാ. യഥാർത്ഥത്തില് ദാരിദ്ര്യം എന്താണെന്നും സുവിശേഷം എന്താണെന്നും നമുക്ക് പറഞ്ഞും കേട്ടും പതിഞ്ഞിട്ടുള്ള 2 പദങ്ങളാണത്. ദരിദ്രർ എന്ന് പറയുന്നത് നമുക്ക് പുതുമയുള്ളൊരു പദമല്ല. സുവിശേഷം എന്ന് പറയുന്നതും നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു പദം. എന്താ യേശു ഉദ്ദേശിക്കുന്നത്? ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ത്? ഞാൻ ഈ കൊച്ചു വാചകത്തെ സംബന്ധിച്ച് ഇന്നലെ ഞാൻ ധ്യാനിക്കുകയായിരുന്നു. എന്റേതായിട്ടുള്ള ധ്യാനത്തിന്റെ ഫലമായിട്ട് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഇതാണ് ഇന്നത്തെ സുവിശേഷ പ്രഘോഷണം കൊണ്ട് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ദരിദ്രർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന ഭിക്ഷുക്കള്, യാചകര്, രാത്രി ഉറങ്ങാൻ സ്ഥലമില്ലാതെ മരച്ചുവട്ടിലും തെരുവോരങ്ങളിലുമൊക്കെ കിടന്നുറങ്ങാൻ വിധിക്കപ്പെട്ട ദരിദ്രവാസികൾ. ശരിയാണ്, അവര് ദരിദ്രരാണ്. അവരുടെ ദാരിദ്ര്യം സാമ്പത്തികമായിട്ട് അവര് ദരിദ്രരാണെന്ന് മാത്രം. പക്ഷേ അവർ പല തലങ്ങളിലും സമ്പന്നരാണെന്ന് നമുക്ക് മനസ്സിലാകും നാം അവരെ അടുത്ത് പരിചയപ്പെടുമ്പോ. എന്റെ ബാല്യകാലത്തിൽ ഞാൻ പരിചയപ്പെടാൻ ഇടവന്നിട്ടുള്ള ഒരു മഹാനായിട്ടുള്ളൊരു മനുഷ്യനെ എന്റെ മനസ്സിലേക്ക് ആ മനുഷ്യന്റെ ശ്രദ്ധ വരുന്നു. പീറ്റർ റെഡ്ഡി എന്നാണ് ആ മഹാനായിട്ടുള്ള മനുഷ്യന്റെ പേര്. അദ്ദേഹം തൃശ്ശിനാപ്പള്ളി കോളേജിലെ ഇംഗ്ലീഷ് വകുപ്പിൽ പ്രൊഫസറായിരുന്നു. യേശുവിന്റേതായിട്ടുള്ള ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തന്റെ പ്രൊഫസർ ജോലി രാജിവെച്ചുകൊണ്ട് എല്ലാ സമ്പത്തും ഉപേക്ഷിച്ചുകൊണ്ട് വെറും ഒരു ദരിദ്രനായിട്ട്
ഒരു കീറിപ്പറിഞ്ഞ ഉടുപ്പുമായിട്ട് തെരുവോരങ്ങളിൽ നടക്കുന്ന ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. മഹാനായ പീറ്റർ റെഡ്ഡി. ശരിയാണ്, സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ചു. അദ്ദേഹം തീർത്തും ദരിദ്രവേഷത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ ഒന്നുമില്ലാത്തൊരു സ്ഥിതിവിശേഷം. പക്ഷേ വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹം മറ്റു പല തലങ്ങളിലും. ഫ്രാൻസിസ് അസീസി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കഞ്ഞുകുടിച്ച് ജീവിക്കാവുന്ന ഒരു കുടുംബത്തിൽ പിറന്നവനാണ് ഫ്രാൻസിസ് അസീസി. മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ ദരിദ്രരിൽ ദരിദ്രനായിട്ടുള്ള ഒരു ദരിദ്രവാസിയായി തീർന്നു. ശരിയാണ്, സാമ്പത്തികമായിട്ട് ദരിദ്രനായിരുന്നു ഫ്രാൻസിസ് അസീസി. പക്ഷേ മറ്റു പല തലങ്ങളിലും സമ്പന്നനായിരുന്നു ഫ്രാൻസിസ് അസീസി എന്ന് നമുക്കറിയാം. സാധു വിട്ടിയ അദ്ദേഹം സെമിനാരി വിദ്യാഭ്യാസം നടത്തിയിരുന്ന അവസരത്തിൽ യേശുവിൻ്റെതായിട്ടുള്ള ദർശനങ്ങളുടെ ആഴങ്ങള് മനസ്സിൽ ആഴത്തിൽ തട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ സെമിനാരി വിട്ടു അദ്ദേഹം. ചിലവര് യേശുവിന്റെ ദർശനങ്ങൾ ആഴത്തിൽ തട്ടുമ്പോൾ സെമിനാരിയിൽ പ്രവേശിക്കുന്നു, മറ്റു ചിലവർ സെമിനാരി വിടുന്നു. സാധു വിട്ടിയവര് വിട്ടവരെ കൂട്ടത്തിൽപ്പെട്ടതാണ്. സാധു വിട്ടിയര സാധു എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബോർഡും തൂക്കിയിട്ട് നടന്നിരുന്ന ആ കാലം. അദ്ദേഹം ഒരു ശാസ്ത്രകാരനും കൂടിയാണ്. ഇന്ന് അല്പമൊക്കെ സമ്പത്തുണ്ടായിരിക്കാം. ഒന്നുമില്ലാതെ തെരുവിൽ കൂടി നടന്നിരുന്ന ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞ് ഒരു ബോർഡും തൂക്കിയിട്ട് നടന്നിരുന്ന കാലമുണ്ടായിരുന്നു സാധു വിട്ടിയരയ്ക്ക്. എന്തിനേറെ ഡോക്ടർ മാമ്പള്ളി ഇന്ന് ക്യാൻസർ രോഗികളുടെ കൂടെ ആ കീറ തുണിയൊക്കെ ഉടുത്തുകൊണ്ട് നടക്കുന്ന ഒരു രീതി. കറുകുറ്റിയില് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ജീവിതമർപ്പിച്ച മാമ്പുള്ളി, ഡോക്ടർ മാമ്പുള്ളി, അദ്ദേഹത്തെ കണ്ടാൽ ഒരു ദരിദ്രനായിട്ടേ തോന്നുള്ളൂ. പക്ഷെ അദ്ദേഹം സമ്പന്നനാണ്, പല തലങ്ങളിലും സമ്പന്നനാണ്. ഭൗതികമായിട്ടൊരു മനുഷ്യൻ ദരിദ്രവാസിയാണെങ്കിലും മറ്റ് ആത്മീയ തലത്തിൽ സമ്പന്നനാണ്. എന്നാൽ ആത്മീയ തലത്തിലും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവര് ഭൗതിക തലത്തിൽ സാമ്പത്തികമായിട്ട് വലിയ സമ്പന്നരായിരിക്കാം, പക്ഷെ ആത്മീയമായിട്ട് തീർത്തും ദരിദ്രർ. ഇന്ന് ലോകത്തിലുള്ള പല കോടീശ്വരന്മാരും ആ ഗണത്തിൽ പെടുന്നു. സാമ്പത്തികമായിട്ട് അവർ വലിയ സമ്പന്നരാണ്, വലിയ വലിയ സ്വത്തിന്റെ ഉടമകളാണവര്. പക്ഷേ ആത്മീയമായിട്ട് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകള്. ദൈവത്തെപ്പറ്റിയോ ദൈവിക കാര്യങ്ങളെപ്പറ്റിയോ ആന്തരിക ഭാവങ്ങളെപ്പറ്റിയോ അവർക്ക് വിവരമില്ല. അവരും ദരിദ്രരാണ് ആത്മീയ തലത്തില്. എന്തിനേറെ വലിയ സ്വത്തുണ്ടാകാം, ആത്മീയമായിട്ട് പല അറിവുണ്ടാകാം. ശരിക്കു പറഞ്ഞാൽ രോഗം വന്നിരുന്നു. ആരോഗ്യത്തിന്റെ തലത്തിൽ ദരിദ്രരായിട്ടുള്ള ആളുകൾ അനവധിയാണ്. സമ്പത്തുണ്ടവർക്ക്, അവർക്ക് ആത്മീയമായിട്ടുള്ള അറിവുകളുമുണ്ട്. പക്ഷേ ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത രോഗം, ചികിത്സിക്കാൻ വേണ്ടി ഒരാളുടെ സഹായം ലഭിക്കാൻ ഇടവരാത്ത സ്ഥിതിവിശേഷത്തിൽ കിടക്കുന്ന രോഗികള്, അവരെ സംബന്ധിച്ച് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ദരിദ്രരാണത്. രോഗികൾ തീർത്തും ആരോഗ്യത്തിലെ ദരിദ്രരാണ്. ആ തലത്തിലും ദരിദ്രരുണ്ട്. ഇതിനേക്കാളൊക്കെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ദാരിദ്ര്യമുണ്ട്, മാനസികമായിട്ടുള്ള ദാരിദ്ര്യം. അവർക്ക് സമ്പത്തുണ്ട്, അവർക്ക് അറിവുണ്ട്, അവർക്ക് ആരോഗ്യവുമുണ്ട്. പക്ഷേ ആരും അവരെ സ്നേഹിക്കാനില്ല എന്നൊരു തോന്നല്, അവർക്ക് ആരെയും ഈ ലോകത്തിൽ സ്നേഹിക്കാനില്ല എന്നൊരു തോന്നല്, ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥിതിവിശേഷം. ദാരിദ്ര്യത്തിന്റെ വലിയ ക്രൂരമായിട്ടുള്ളൊരവസ്ഥയാണത്. മാനസികമായ രീതിയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകള്. ഞാൻ ഓർക്കുകയാണ്, 1970-കളിൽ അമേരിക്കയിലെ പ്രസിദ്ധമായ ഫിലഡൽഫിയ നഗരത്തിൽ വിളിച്ചുകൂട്ടപ്പെട്ട അന്തർദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ഒരു സെഷൻ, ഒരു സമ്മേളനത്തിലെ മുഖ്യ അതിഥിയായിട്ട് മുഖ്യ പ്രസംഗം നടത്താൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടത് കൽക്കത്തയിലെ അന്നുണ്ടായിരുന്ന വാഴ്ത്തപ്പെട്ട മദർ തെരേസയായിരുന്നു. മദർ തെരേസ പ്രൗഢമായിട്ടുള്ള സദസ്സിനോട്
ഫിലഡൽഫിയയിലെ ദിവ്യകാരുണ്യ കോൺഗ്രസിലെ സമ്മേളനത്തിൽ മുഖ്യ പ്രാസംഗിക എന്ന നിലയിൽ പ്രസംഗിക്കുന്ന അമ്മ ത്രേസ്യ തന്റെ പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയാണ്: മൈ ഡിയർ ബ്രദറൻ, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം ഓഫ് അവർ ടൈംസ് ഈസ് ദാറ്റ് ഓഫ് ദി അഫക്ട് ഹങ്കർ. ദാറ്റ് വാസ് ഹെർ വേർഡ്സ്. ലോകത്തിലെ ഇന്ന് സമ്പന്ന രാഷ്ട്രങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്കൻ ജനതയോടായിട്ട് ആ അമ്മ പറയുകയാണ്, ഇന്ന് ഈ രാജ്യത്തിന് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ സ്നേഹത്തിന്റെ ദാരിദ്ര്യം ആണ് ആ പ്രശ്നങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതിൽ ഒന്ന് എന്ന് അമ്മ അവരോട് തർപ്പിച്ച് പറയുകയാണ്. സ്നേഹിക്കാൻ അവസരമില്ല, സ്നേഹിക്കാൻ ആരുമില്ല, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു രീതി. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് എന്റെ പഠനത്തിന്റെ ഭാഗമെന്ന നിലയിൽ ഞാനും ഏതാനും വർഷങ്ങൾ അമേരിക്കയിൽ ചെലവഴിക്കാൻ ഇടവന്നത്. ഒരു ദിവസം ഞാൻ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന മധ്യേ സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ മദർ തെരേസ്യയുടെ ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗം ആരംഭിച്ചത്. വളരെ സമ്പന്നമായിട്ടുള്ള ഒരു രാഷ്ട്രത്തിലെ വിശ്വാസികളെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സാമ്പത്തികമായിട്ട് മറ്റു പല രാജ്യങ്ങളെ അപേക്ഷിച്ച് മുൻപന്തിയിലാണ്. പക്ഷേ നിങ്ങളെ ഒരു തരം ദാരിദ്ര്യം പിടിപെട്ടിരിക്കുന്നു. ഈ ദാരിദ്ര്യം സ്നേഹത്തിന്റെ ശൂന്യതയാണ് എന്ന രീതിയിൽ ഞാൻ അവരോട് സംസാരിച്ചപ്പോ പിന്നീട് മനസ്സിലാക്കാൻ ഇടവന്നു, വളരെ നല്ല പ്രതികരണങ്ങൾ ആ നല്ല സമൂഹത്തിൽ നിന്ന് ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഇടവന്നത് ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, ജോൺ സി റോക്ക്ഫെല്ലർ അദ്ദേഹം ഒരു വലിയ വ്യവസായ ശൃംഖലയ്ക്ക് തന്നെ രൂപം കൊടുത്ത ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന കോടീശ്വരനാണ്. പക്ഷെ അദ്ദേഹത്തെ ബാധിച്ചൊരു രോഗം, ആ രോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വികൃതമായിട്ടുള്ള ശരീരം, ആ ശരീരം കണ്ടും കൂട്ടുകാരൊക്കെ ഉപേക്ഷിച്ച സ്ഥിതിവിശേഷം. അദ്ദേഹത്തിന് സമ്പത്തുണ്ട്, അദ്ദേഹത്തിന് അറിവുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യമില്ല. ആരോഗ്യമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആരും നോക്കാൻ ആളില്ലാത്തൊരു സ്ഥിതിവിശേഷം, സ്നേഹിക്കാൻ ആളില്ലാത്തൊരു സ്ഥിതിവിശേഷം, ഒറ്റപ്പെട്ട സ്ഥിതിവിശേഷം. ജോൺ സി റോക്ക്ഫെല്ലർ ഇങ്ങനെ ഒരുപാട് തലങ്ങളിലെ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് സത്യം. യേശു പറയുന്നു, ദരിദ്രരായിട്ടുള്ള ആളുകളോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൽ കൂടിയാണ് എന്റെ രക്ഷണീയ കൃത്യം നടപ്പിലാക്കേണ്ടത് എന്നാണ് യേശുവിന്റെ നിഗമനം. നമുക്കൊന്നും കൂടി കടന്നു വരിക. സാമ്പത്തികമായിട്ട് ദരിദ്രരായിട്ടുള്ള ആളുകളോട് സുവിശേഷമായിട്ട് തീരുക എന്ന് പറഞ്ഞാൽ, സുവിശേഷം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം നല്ല വാർത്ത. ദരിദ്രരായിട്ടുള്ള ആളുകളോട്, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകളോട്, കിടപ്പാടമില്ലാത്ത ആളുകളോട്, വസ്ത്രമില്ലാത്ത ആളുകളോട്, അങ്ങനെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് നല്ല വാർത്തയാകണം. എങ്ങനെയാ നല്ല വാർത്തയാകുക? അവരോട് ഞാനിപ്പോ ഈ പറയുന്ന സംസാര രീതി അനുസരിച്ച് ഞാൻ ഗിരിപ്രഭാഷണം അങ്ങ് നടത്തിയെന്ന് വിചാരിക്കേ, അവർക്ക് ആ ഗിരിപ്രഭാഷണം നല്ല വാർത്തയാകുമോ? തീർത്തുമാകില്ല. അവർക്ക് നല്ല വാർത്തയാകണമെങ്കിൽ വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കണം, പാർപ്പിടമില്ലാത്ത മനുഷ്യനെ പാർക്കാൻ ഒരു സ്ഥലമുണ്ടാക്കണം, വസ്ത്രമില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള വഴികളെ പറ്റിയുള്ള ആ സംരംഭങ്ങളാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല വാർത്തയാകുക. ഗിരിപ്രഭാഷണം കേട്ടതുകൊണ്ട് ആ മനുഷ്യനെ സംബന്ധിച്ച് നല്ല വാർത്തയാകില്ല. നല്ല വാർത്തയാകണമെന്ന് വരികിൽ യേശു തന്റെ ജീവിതത്തിൽ കാണിച്ചു തരുന്നു നമുക്ക്. യേശുവിനെ കേൾക്കാൻ വേണ്ടി ഒരവസരത്തിൽ ധാരാളം ആളുകൾ, ഗ്രാമവാസികൾ ഓടിക്കൂടി. യേശു അവരോട് തന്റേതായിട്ടുള്ള
ആ കാഴ്ചപ്പാടുകള്, ഹൃദയത്തിൽ നിന്നുള്ള ആ ചിന്തകള് പങ്കുവെക്കുകയാണ്. യേശുവിനെ കേട്ട് അവരങ്ങോട്ട് സമയം പോയത് അറിഞ്ഞില്ല. അവർക്ക് ക്ഷീണമായി, വിശപ്പായി, ഭക്ഷണം കഴിക്കാൻ ഒന്നും അവരെ കൈവശവുമില്ല. യേശു അത് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും തുടർന്ന് ആധ്യാത്മികമായിട്ടുള്ള സംഭാഷണത്തിന് വേണ്ടി മുതിരുകയല്ല യേശു ചെയ്തത്. വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വരുന്ന ആ യേശുവിനെ നമ്മൾ കാണുന്നത്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇടവന്നെങ്കിലേ നല്ല വാർത്തയായിട്ട് തീരുള്ളൂ. ആ ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള സംരംഭങ്ങള്, അതിനെപ്പറ്റിയുള്ള വാർത്തകളെ അവർക്ക് നല്ല വാർത്തയാവുള്ളൂ. ഇത് യേശുവിനെ അറിയാം. ഇതാണ് നല്ല വാർത്തയാകുക. മറ്റു കാര്യങ്ങൾ അവരോട് സംസാരിച്ചാൽ നല്ല വാർത്തയാകില്ല. ഇവിടെയാണ് നാം ചിലത് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ആത്മീയമായിട്ട് ദാരിദ്ര്യമുള്ള വ്യക്തികൾക്ക് നാം നമ്മുടെ പോക്കറ്റിലുള്ള അല്ലെങ്കിൽ മിച്ചം വെച്ചിട്ടുള്ള കുറെ തുക എടുത്തു കൊടുത്തു എന്ന് വിചാരിക്കേ, ആത്മീയമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന അറിവില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന തുക നല്ല വാർത്തയാകില്ല. അവർക്കൊരു പക്ഷേ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അവർക്ക് ദൈവത്തെപ്പറ്റിയും ദൈവിക കാര്യങ്ങളെപ്പറ്റിയും അവരോട് സംസാരിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള സംസാരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല വാർത്തയാകുള്ളൂ. വകതിരിവുണ്ടാകണം നന്മ ചെയ്യുന്ന വ്യക്തികൾക്ക്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു റോഡപകടത്തിൽപ്പെട്ട് അവശനിലയിൽ കിടക്കുന്ന ആ മനുഷ്യനെ നല്ല വാർത്തയായി തീരണമെന്ന് വരികില് ഗിരിപ്രഭാഷണം നടത്തിയുകൊണ്ട് നല്ല വാർത്തയാകില്ല. പോക്കറ്റിലുള്ള കുറച്ച് രൂപ എടുത്തു കൊടുത്തുകൊണ്ട് നല്ല വാർത്തയാകില്ല. അവനെ എടുത്ത് ആസ്പത്രിയിൽ എത്തിക്കാൻ അവനെ സഹായിക്കണം. അതാണ് അവന് നല്ല വാർത്തയാകുക. അവന് നല്ല വാർത്തയാകണമെങ്കിൽ നല്ല സമറിയക്കാരനാകണം അവന്റെ മുമ്പില്. എങ്കിലേ അവന് നല്ല വാർത്തയായിട്ട് അത് പ്രത്യക്ഷപ്പെടുകയുള്ളൂ. യഥാർത്ഥത്തിൽ സ്നേഹം ലഭിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാം കുറെ കാശ് കൊടുത്തുകൊണ്ട് നല്ല വാർത്തയാകില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കേൾക്കാൻ മനസ്സുണ്ടാകണം നമുക്ക്. ഇന്ന് നമ്മുടെ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല വാർത്തയാകണമെങ്കിൽ അവരെ ശ്രവിക്കാൻ ആളുകളുണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ടാകണം. അവരെ മക്കൾക്ക് അവരോട് സ്നേഹമാണ് എന്ന് അവർക്ക് ബോധ്യം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള പെരുമാറ്റമുണ്ടാകണം. പേരക്കിടാങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. ഇതില്ലെങ്കിൽ അവർക്ക് കുറെ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് നല്ല വാർത്തയാകില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കുറെ സമ്പാദിച്ചതാണ്. അവർക്ക് ഇന്ന് ആവശ്യം അവരുടെ ദാരിദ്ര്യം സ്നേഹത്തിന്റെ അഭാവമാണ്. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ സഹജീവികളുടെ യഥാർത്ഥത്തിലുള്ള ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആ ആവശ്യങ്ങൾ പരിഹരിക്കാനുള്ള പരിശ്രമമാകുമ്പോഴേ നല്ല വാർത്തയായിട്ട് അവർക്കാകുള്ളൂ. അല്ലാതെ എനിക്ക് കുറച്ച് പൈസയുണ്ട്, കുറച്ച് നല്ല മനസ്സും എനിക്കുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ആതുര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയോ അങ്ങനെ കുറെ സാമൂഹ്യ സേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് കൊണ്ടോ നല്ല വാർത്തയാകില്ല. അത് പ്രസക്തമായ രീതിയിൽ പ്രസക്തരായ ആളുകളുടെ ഇടയ്ക്ക് പ്രസക്തമായ സമയത്ത് എത്തിക്കണം. എങ്കിലേ ആ വ്യക്തികൾക്ക് അത് നല്ല വാർത്തയാവുള്ളൂ. യേശുക്രിസ്തു ഈ പ്രവർത്തന ശൈലി തന്നെയാണ് അന്ത്യവിധിക്കായിട്ട് ഉപയോഗിക്കുന്ന മാനദണ്ഡം എന്ന് നമുക്കറിയാം. അന്ത്യവിധിക്കായിട്ട് മനുഷ്യനെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന യേശുക്രിസ്തു രക്ഷണീയ കൃത്യത്തിന്റെ ഫലം അനുഭവിച്ച വ്യക്തിയാണോ അല്ലേ എന്ന് വിധി എഴുതുന്ന അന്ത്യവിധിയുടെ സമയത്തും എടുത്തുപയോഗിക്കാൻ പോകുന്ന മാനദണ്ഡം ഇത് തന്നെയാണ്. ഏതാണ്? യേശുക്രിസ്തു അവിടെ അന്ത്യവിധിക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളായിട്ട് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നതും ആവശ്യങ്ങൾ അതിന്റെ തനതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി ആ ആവശ്യത്തിലിരിക്കുന്ന മനുഷ്യനെ ആവശ്യത്തിനെ സഹായിക്കാൻ വേണ്ടി നീ തയ്യാറായോ ഇല്ലേ? വിശക്കുന്ന മനുഷ്യനെ കുറെ വസ്ത്രം കൊടുത്തതുകൊണ്ടായില്ല. വിശക്കുന്ന മനുഷ്യനെ കുറെ മരുന്ന് കൊടുത്തതുകൊണ്ടായില്ല. യേശുവിന്റെ ചോദ്യം അതാണ്. വിശക്കുന്നവന് നീ ഭക്ഷണം കൊടുത്തോ?
അന്തിയുറങ്ങാൻ സ്ഥലമില്ലാത്തവന് മറ്റു തരത്തിലുള്ള സഹായം കൊടുത്തതുകൊണ്ടായില്ല. യേശു ചോദിക്കുന്ന ചോദ്യത്തിന്റെ പൊരുൾ അവിടെയാണ്. ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി, എന്റെ ആവശ്യമല്ല നിന്റെ ആവശ്യം ഞാൻ മനസ്സിലാക്കി അതിനെ പരിഹരിക്കാൻ വേണ്ടി എന്നെ തന്നെ സജ്ജീകരിക്കാൻ സാധിക്കുന്നതാണ്. അതാണ് സുവിശേഷോത്കരണം. അതാണ് സുവിശേഷത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തന ശൈലി. അല്ലാതെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളല്ല എന്നാണ് എന്റെ മനസ്സിലേക്ക് ശക്തമായി കയറി വരുന്നത് ചിന്ത. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇന്ന് നിങ്ങളോട് ഞാൻ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? എല്ലാവരും ഒരു തരത്തില് അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ദരിദ്രരാണ്. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ സമ്പന്നരാണ്. നമ്മുടെ സമ്പത്ത് എന്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ദാരിദ്ര്യവും എന്തിനാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ സഹജീവികളുടെ സമ്പത്ത് എന്തിലാണെന്ന് നമുക്ക് തിരിച്ചറിയണം. നമ്മുടെ സഹജീവികളുടെ ദാരിദ്ര്യം ഏതിലാണ് എന്നും നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ദാരിദ്ര്യത്തിലിരിക്കുന്ന സഹജീവികൾക്ക് അവരെ സമ്പന്നരാക്കാൻ നമുക്ക് സാധിക്കണം. വിഭവങ്ങൾ കൊണ്ട് എന്നതിനേക്കാൾ വിഭവം കൊണ്ടാണെങ്കിൽ വിഭവം കൊണ്ട്, അല്ലാത്തവർക്ക് ആ തരത്തില് അതിന്റെ സാഹചര്യം അനുസരിച്ച് വകതിരിവോടുകൂടെ അവരോടുള്ള സമീപന രീതിയാണ് സുവിശേഷമായിട്ട് തീരുക, നല്ല വാർത്തയായിട്ട് തീരുക എന്ന സത്യം നമ്മൾ ഗ്രഹിച്ചെടുത്ത് വരുമ്പോ യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് യേശു രക്ഷണീയ കൃത്യത്തിന് വേണ്ടി സ്വീകരിച്ച അതേ മാർഗം തന്നെ ആയിരിക്കണം നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ഇടവരേണ്ടത്. യേശുവിനെ പിൻചൊല്ലുവാൻ ആഗ്രഹിക്കുന്ന, ആ യേശുവിന്റെ മാർഗത്തിൽ കൂടി ചരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായ നമുക്കും യേശു ഉപയോഗിച്ച അതേ മാർഗങ്ങളിൽ കൂടി തന്നെ ചരിക്കാൻ ഇടവരിക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് കരണീയമായിട്ടുള്ളത്. അതാണ് നമ്മുടെ ദനഹ. ഇതാണ് യേശു വെളിപ്പെടുത്തിയ സത്യം, ഒരു പ്രത്യേക പ്രവർത്തന ശൈലി. ആ പ്രവർത്തന ശൈലിയുടെ പ്രായോഗിക മാനങ്ങള്, ആ മാനങ്ങളിലെ ഒരു തലം മാത്രം അല്പം ഇന്ന് നമുക്ക് കാണാനേ സാധിച്ചുള്ളൂ. മറ്റു തലങ്ങളും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കി വരുമ്പോ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നമുക്ക് കണ്ണ് തുറക്കും. നമ്മുടെ ജീവിതത്തിന് പ്രസക്തി ഉണ്ടെന്നും നമ്മുടെ ജീവിതത്തിൽ പലതും ചെയ്യാനുണ്ടെന്നുള്ള ആ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ ഇടയാകും എന്ന് ധരിച്ചുകൊണ്ട് നമുക്ക് ശേഷിച്ചിരിക്കുന്ന ജീവിതം ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ ഇടവരട്ടെ.